പൂർണ്ണമായും കഴുത്ത് വരെ ചളിയിൽ നിന്ന് വലിച്ച് എടുത്തപ്പെട്ടവർ, അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരുടെയും ശരീരത്തിൽ കെട്ടിവലിച്ച് കൊണ്ടുവന്നവർ, അങ്ങനെ ചെയ്യാവുന്ന നല്ല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട എല്ലാ സംവിധാനങ്ങൾക്കൊപ്പവും ഇവിടുത്തെ ജനങ്ങൾ ഒത്തൊരുമിച്ച് ഇന്ന് ഇടപെട്ടുകൊണ്ട് ഒരുപാട് ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ടുണ്ട്. മണിക്കൂറുകളോളം ഭയങ്കര അനിശ്ചിതത്തിലും ആശങ്കയിൽ കഴിയേണ്ടി വന്നു എന്നുള്ളതൊരു അതെ, അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമ്മുടെ മുമ്പിലുള്ള പ്രയാസം അതായിരുന്നില്ല. വന്ന ഉടനെ തന്നെ ഞാനും ബന്ധപ്പെട്ട റിയാസ് മിനിസ്റ്ററും ബന്ധപ്പെട്ട മന്ത്രിമാരും പറഞ്ഞ ഒന്നാമത്തെ നമ്മുടെ പ്ലാൻ അകത്തുണ്ട് എന്ന് നമുക്ക് വിവരം കിട്ടി. ഇപ്പൊ നൂർദീൻ എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പർ 250 ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന വിവരം കിട്ടി. അങ്ങനെ ഉള്ള ആളുകളെ പൂർണ്ണമായും പുറത്തേക്ക് എത്തിക്കുക, ജീവനോടെയുള്ള ആളുകളെ രാത്രി അവിടെ നിർത്താതെ പാനിക്കാവാതെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രവർത്തനത്തിന്റെ ഒന്നാമത്തെ ഭാഗം. ആ ഭാഗം ഏറെക്കുറെ നടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ റെസ്ക്യൂ ഓപ്പറേഷൻ നമ്മൾ നിർത്തുന്നില്ല. രാത്രിയും ചില സന്നദ്ധ പ്രവർത്തകരൊക്കെ അവിടേക്ക് പോകാൻ ഇപ്പോഴും തയ്യാറായി നിൽക്കുന്നുണ്ട്. വയനാട്ടിലെ ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ മൃതദേഹങ്ങൾ ഏറിയ പങ്കും കിട്ടിയത് പക്ഷേ പോത്തുകലിൽ നിന്നും ചാലിയാർ പുഴയിൽ നിന്നുമായിരുന്നു. നിലമ്പൂർ കാട്ടിലൂടെ കിലോമീറ്ററുകളൊക്കെ നടന്നാണ് സന്നദ്ധ പ്രവർത്തകർ അവിടെ എത്തിയതും മൃതദേഹങ്ങൾ കണ്ടെത്തിയതും. പക്ഷേ പലതും എങ്ങനെ മൃതദേഹങ്ങൾ കൊണ്ടുവരുമെന്ന് പോലും അറിയാൻ കഴിയാത്ത സ്ഥിതിയാണ്. പലതും വേർപെട്ട അവസ്ഥയിലായിരുന്നു. കിട്ടിയ മുണ്ടിലും തുണിയിലും ഒക്കെ മൃതദേഹങ്ങൾ പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോരുകയായിരുന്നു. ഇനിയും അവിടെ മൃതദേഹങ്ങളുണ്ട് എന്നാണ് അവിടെ പോയ രക്ഷാപ്രവർത്തകരൊക്കെ പറഞ്ഞത്.